ഹലോ മലയാളി മക്കളെ, വണക്കം. നമ്മൾ പുതിയ വർഷത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമല്ലേ. ഇന്നത് ചെയ്യണം, അതൊക്കെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട്, വർഷം മൊത്തം ഫോളോ അപ്പ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനത്തെ തീരുമാനം എടുക്കുമ്പോൾ വീട്ടിനകത്തുള്ളവർ പുതിയ പുതിയ കളിയുടെ തന്ത്രങ്ങൾ, പുതിയതായിട്ട് കളികൾ മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചോദിച്ചറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സേതുപതി സാറിൻ്റെ എൻട്രി. അപ്പം പുതിയതായിട്ട് റിസൊല്യൂഷൻ ആർക്കാണ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് പുതിയ വർഷം വരുന്നു, അപ്പോൾ റിസൊല്യൂഷൻ ആർക്കാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കണം. ആദ്യമേ റാണുവിനോട് ചോദിക്കും. റാണുവിന് ക്വസ്റ്റ്യൻ പോലും മനസ്സിലായിട്ടില്ല. റാണുവിനുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത്, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ആ വീട്ടിലുള്ളവരുടെ പറയും, പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് സമയത്ത് വരുമ്പോൾ റാണവ് അത് പറയത്തില്ല. റാണുവിന് പേടിയാണോ, എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട്, അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാത്തൊരവസ്ഥയാണ് റാണുവിനുള്ളത്. ഇപ്പോൾ റാണുവിന് അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റാണുവിനോട് ഇരിക്കാൻ പറയുന്നുണ്ട്. വിശാൽ പറയുന്നുണ്ട് ദീപക്കിന് ഭയങ്കര ദേഷ്യമാണ്, അതൊന്നും കുറച്ചാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ദീപക് പറയുന്നുണ്ട് വിശാലാണ്, അതായത് അപ്രീസിയേഷൻ കിട്ടാതാകുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, അതായത് എക്സ്പെക്റ്റേഷൻ കൂടുതലാണ് വിശാലിന് എന്ന് പറയുന്നുണ്ട്. മഞ്ചരി സൗന്ദര്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നത് ഇച്ചിരി കുറയ്ക്കണം, അതായത് അപ്പം തോന്നുന്നത് ഉടനെ മുഖത്തടിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ റെഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അപ്പോൾ റിയാക്ട് ചെയ്യുന്നതിൽ ഇച്ചിരി കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യം മുത്തുക്കുമാർ പറയണം, സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കരുത്, സ്വന്തം കുറ്റം കൂടെ പറയണം, അതായത് തുറന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. പവിത്ര അൻഷിതയുടെയാണ് ലിസൺ, അതായത് ലിസൺ ഉണ്ടാവണം, ആരിലും എന്തെങ്കിലും കാര്യം പറയണം അത് ലിസൺ ചെയ്തിട്ട് എന്നിട്ട് നീ അതിന് റിയാക്ട് ചെയ്യുക, അല്ലാതെ ആദ്യമേ അങ്ങ് റിയാക്ട് ചെയ്യാൻ തുടങ്ങരുത് എന്ന് പറയുന്നുണ്ട്. ജാക്ലിൻ വന്നിട്ട് വിശാലിൻ്റെ കാര്യമാണ്, സീരിയസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. അരുൺ വന്നിട്ട് റാണവിൻ്റെയാണ്, ഒരു കോൺഫിഡൻറ്റ് ഇല്ല, എല്ലാത്തിലും എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിലൊരു കോൺഫിഡൻറ്റ് ഇല്ലായ്മയുണ്ട്, അത് മാറ്റണം എന്ന് പറയുന്നുണ്ട്. റയാൻ വന്നിട്ട് സൗന്ദര്യം ഇമോഷണലായിട്ട് കൺട്രോൾ ചെയ്യണം, അതായത് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മുത്തുക്കുമാർ ജാക്ലിൻ്റെയാണ് പറഞ്ഞത്, എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്, അതായത് ഫ്രണ്ട്സിൽ നിന്നും അത് കൊടുക്കുന്നതിലല്ല കിട്ടുന്നില്ല, അപ്പോൾ അതിന് ഒത്തിരി കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. റാണവ് വന്നിട്ട് പിന്നെയും റാണവിനോട് ചോദിക്കുന്നുണ്ട്, റാണവിനപ്പോൾ അപ്പോഴും പറയാൻ പറ്റില്ല. പിന്നെ വിജയ് സേതുപതി സാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കൂ, സ്വന്തമായിട്ട് കളിക്കൂ എന്ന് പറയുന്നുണ്ട് റാണവിനോട്. അങ്ങനെ റയാനോട് അത് പറയുന്നുണ്ട്. പിന്നീട് പറയാത്തത് റയാനോടും അരുണിനോടും മാത്രമാണ്, അത് സേതുപതി സാറാണ് കേട്ടോ പറയുന്നത്. റയാനോട് പറയുന്നത് അറിവ് തേടണം, അറിയാത്തത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ തേടി കണ്ടുപിടിച്ച് അത് ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് എന്ന് പറയുന്നുണ്ട്. സേതുപതി സാർ അരുണിനോട് പറഞ്ഞ കോപം കൺട്രോൾ ചെയ്യുക, ദേഷ്യം കൺട്രോൾ ചെയ്യുക, അത് മാത്രം നിങ്ങൾ ചെയ്യണം. അപ്പം മഞ്ചരി സാർ എനിക്ക് ആരും പറഞ്ഞില്ല, നിങ്ങൾക്കൊന്നുമേ പറയാനില്ല മഞ്ചരി, നിങ്ങളെല്ലാം നന്നായിട്ടാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് പോലും നന്നായിട്ടാണ് ചെയ്യുന്നത്, പിന്നെ ഞാൻ എന്ത് പറയാനാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഒരു അല്ലേ നന്നായിട്ട് ഇപ്പം ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മഞ്ചരി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പിന്നീട് വന്നിട്ട് പിന്നെ പവിത്രയോടും പറയുന്നുണ്ട് കംഫോർട്ട് സോണിൽ നിന്ന് വേക്കപ്പ് ആവുക എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം പറയുന്നുണ്ട് നമ്മൾ ഈ വോട്ട് നമുക്ക് സ്വന്തമായിട്ട് ചോദിക്കുക എന്നുള്ള ഓർമ്മയുണ്ട്, പക്ഷേ ഇന്നാക്ക് ചെയ്യരുത്, എനിക്ക് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഇന്നാക്ക് ചെയ്യരുത് എന്ന് വിചാരിക്കുന്നില്ലേ, അതാരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഞ്ചരി വന്ന് റാണവിന് ചെയ്യരുത്, മുത്തുക്കുമാർ വന്ന് സൗന്ദര്യക്ക്, ജാക്ലിൻ വന്ന് വിശാലിന്, റയാൻ വന്ന് ദീപക്കിന്, അരുൺ വന്ന് പവിത്രയ്ക്ക്, ദീപക് വന്ന് റാണവിന്, റാണവ് വന്ന് അൻഷിതയ്ക്ക്, അൻഷിത വന്ന് റാണവിന്, വിശാൽ വന്ന് പവിത്രയ്ക്ക്, പവിത്ര വന്ന് അരുണിന്, സൗന്ദര്യം വന്ന് റാണവിന്. അങ്ങനെയാണ് കേട്ടോ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സൗന്ദര്യക്കാണ് പറയുന്നത്, അതായത് എന്ത് ചെയ്തിട്ടാണ് ഗെയിം പോലും നന്നായിട്ട് കളിക്കുന്നില്ല, അവരൊക്കെ എന്തുകൊണ്ടാണ് ഇതിനെ പിടിച്ചു നിർത്തിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. വിശാൽ ഒരാളെ മുൻനിർത്തിയാണ് കളിക്കുന്നത്, അതായത് ഒരു കംഫോർട്ട് സോൺ ഉണ്ട്, അതിൽ നിന്നും വെളി വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അൻഷിതയ്ക്ക് അവിടെ നിൽക്കാനുള്ള ഒരു സ്പേസിൽ ഇപ്പോഴാണ് ഗെയിം കളിക്കുന്നേ ഇല്ല, ഇമോഷന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ റീസൺസ് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നീട് വന്നിട്ടുള്ളത് ഈ ആഴ്ചയും ഡബിൾ എവിക്ഷനാണ്. നമ്മളൊക്കെ വിചാരിക്കാത്ത ഒരു വ്യക്തി കളിക്കുന്നുണ്ടായിരുന്നില്ല, അപ്പം ആ വ്യക്തിയാണ് പോയിരിക്കുന്നത്. എല്ലാവരോടും ചോദിക്കുന്നത് ഇന്നയാൾ പറയുമ്പോൾ ആരാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് റാണവിൻ്റെ കാര്യമാണ്. ഞാനും റാണവിന് ഗസ് ചെയ്തിരുന്നു, പക്ഷേ എല്ലാവരും അൻഷിതയൊക്കെ റാണവിൻ്റെ മുഖത്തേക്ക് റാണവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മളെ കാർഡ് കാണിക്കുമ്പോൾ അൻഷിതയ്ക്ക് തന്നെ ഞെട്ടിപ്പോയി, അൻഷിതയാണോ എന്ന്, കാരണം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആരുവേ.
അങ്ങനെ പിന്നെ അൻഷിതയോട് പറയുന്നുണ്ട് ഹൗസ് മേറ്റ്സിനോടെല്ലാം യാത്ര പറഞ്ഞിട്ട് പോരാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. വിശാല് പതിവ് പോലെ തന്നെ ചെയിൻ ഊരി കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഒരാൾക്ക് ചെയിൻ ഇട്ട് കൊടുക്കും, വൈകിട്ട് ചെയിൻ ഇട്ട് കൊടുക്കും, പിറ്റേ ദിവസം അയാൾ ഔട്ടായി പോകും. അത് കഴിയുമ്പോൾ അയാൾ പോകാനെടുത്ത് അയാൾക്കൊരു സമ്മാനം കൊടുക്കും, അല്ലെങ്കിൽ അവർ തിരിച്ചൊരു സമ്മാനം കൊടുക്കും. ഇവിടെ സ്പ്രേ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അൻഷിത, അതേപോലെ വിശാൽ ഒരു മാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇനി അടുത്ത പവിത്രയായിരിക്കും ഈ ആഴ്ച ഇനി വരുന്നത്. വിശാലുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് വിശാൽ കൂട്ടുകൂടാൻ പോകുന്നത് പവിത്രയോടായിരിക്കും. അങ്ങനെ അടുത്ത ആഴ്ച പവിത്ര ഔട്ടാവുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയാണ് മേ ബി കണ്ടുവരുന്നത്. സാച്ചിനയോട് ആദ്യമേ കൂട്ടുണ്ടായിരുന്നു, സാച്ചിന ഔട്ടായിപ്പോയി. തർഷിക ഉണ്ടായിരുന്നു, തർഷികയോട് കൂട്ടുകൂടി അത് 2 ആഴ്ചക്കുള്ളിൽ അത് ഔട്ടായിപ്പോയി. ഇപ്പോൾ അൻഷിത ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. തർഷിക ഉണ്ടായിരുന്നിടത്തോളം കാലം അൻഷിത പോയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അങ്ങനെ അൻഷിതയാണ് എവിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രോഫിയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നണ്ടിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറും വാങ്ങിച്ച് പോരുവാണ് കേട്ടോ. പോന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സെതുവി സാറിനോട് മറ്റേ വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് പിന്നെയും കണ്ടസ്റ്റൻസിനെല്ലാം കണ്ട് ന്യൂ ഇയറിൻ്റെ ആശംസകൾ നൽകി, സെതുവി സാറിനും ന്യൂ ഇയറിൻ്റെ ആശംസകൾ നൽകി എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിച്ച് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നമ്മൾ സെതുവി സാറും കണ്ടസ്റ്റൻസും കൂടെ കാണിക്കണം. നോക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിലൊരു പെട്ടിയിലെല്ലാം ഗസ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ആദ്യമേ എന്താണ് റായാൻ നമ്മളിനി അടുത്ത ഘട്ടം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരും എലിമിനേഷനിലിട്ട് അതാണോ അടുത്തത്, വലിയ ടിക്കറ്റ് ടു ഫിനാലെ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലയുടെ കാർഡാണ് കേട്ടോ ഉള്ളത് ആ ബോക്സിനകത്ത്. അതിങ്ങനെ കാണിക്കുന്നുണ്ട്, നല്ല രസമായിട്ട് എടുത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ കളിക്കേണ്ടത്, ഇത് ഡയറക്റ്റ് ടു ഫിനാലെയാണ് എന്നും കൂടെ പറയുന്നുണ്ട്. അടുത്ത ആഴ്ച ഇത് ആരുടെ കയ്യിലിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സെതുവി സാർ യാത്രയാകുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ടിക്കറ്റ് ഫിനാലെയെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ ജാക്ലിൻ പറയുന്നുണ്ട് എനിക്കല്ലെങ്കിൽ അടുത്തത് മുത്തുക്കുമാറിനായിരിക്കും കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. നാളെ തൊട്ട് ടിക്കറ്റ് ഫിനാലെ തുടങ്ങും. ആരൊക്കെ എന്തൊക്കെ ജയിക്കും, ആരൊക്കെ കളിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോഴത്തെ കളിയുടെ റിവ്യൂ ഞാൻ ഇവിടെ പറയാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.